അല്പനേരം മുൻപാണ് അവിടെ കുവൈത്തിൽ വിദേശകാര്യ സഹമന്ത്രി വിമാനമിറങ്ങിയത്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ടെത്തിയത്. എന്തായാലും അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകും, അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നവരെ എല്ലാം തന്നെ സഹായിക്കുമെന്നുള്ള സന്ദർശിക്കും, മറ്റു വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വ്യക്തമാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് പലരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഒരു തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പലരും ഈ ബേൺ ആയിട്ടുള്ളൊരു ഡെത്താണ്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റുകളടക്കം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 24 മലയാളികൾ എന്നുള്ള ഒരു സംഖ്യയിലേക്ക് ഈ മരണം പോയിട്ടുണ്ട്. അതിൽ 16 പേരാണ് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ കൂടി തിരിച്ചറിയണം. ഒപ്പം തന്നെ ഈ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ മരിച്ച ഭൂരിഭാഗം ആളുകളും ഇന്ത്യക്കാരാണ്. ഇതിൽ ഒരുപാട് പേരുടെ ആരാണ് എന്നുള്ള കാര്യത്തിൽ തിരിച്ചറിയേണ്ട ഒരു നടപടി ഇനി നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള DNA ടെസ്റ്റുകളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇവിടെയെല്ലാം മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരിക. നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈത്തിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഈ DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി എല്ലാവരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ നാട്ടിലേക്ക് മറ്റ് നടപടികൾ പൂർത്തിയാക്കി, എംബാം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ തിരികെ ഡൽഹിയിലേക്കടക്കം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് വളരെ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കീർത്തിവർദ്ധൻ സിംഗ് അവിടെ കുവൈത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ തുടർന്ന മറ്റ് ആളുകളുടെ, മറ്റ് ഇന്ത്യക്കാരുടെ ചികിത്സ അത് ഉറപ്പാക്കണം. എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കണം. പ്രത്യേകിച്ച് നിലവിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പ്രത്യേകിച്ചും S ജയശങ്കർ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ഒരു സമ്പർക്കത്തിലാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്, ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും കുവൈത്ത് മന്ത്രാലയമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നൽകാം എന്നുള്ള കാര്യം ഇന്ത്യയോടും വിശദീകരിച്ചിട്ടുണ്ട്, ഉറപ്പു നൽകിയിട്ടുണ്ട്.